ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വരയും സൊറയുമിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തെ നുണക്കഥ പറയാം. ആഫ്റ്റർ എ ലോങ് ടൈം ഇന്നത്തെ നുണക്കഥയിൽ സ്റ്റാറിങ് എൻ്റെ സ്വന്തം ഭാര്യ. ഒരു വെള്ളിയാഴ്ച രാത്രി ഞങ്ങളിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ മോട്ടിവേഷൻ കയറി. അവൾ പറഞ്ഞു, തിങ്കൾ മുതൽ വെള്ളി വരെ നമ്മൾ കമ്പനിക്ക് വേണ്ടി നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. അത് മാറണം. നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങണം. നമ്മൾ ഫിസിക്കൽ എക്സസൈസസൊക്കെ ചെയ്തു തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് തീയാക്കി. ഞങ്ങൾ രണ്ടും കൂടി ഒരു തീരുമാനം എടുത്തു. നാളെ രാവിലെ, ശനിയാഴ്ച രാവിലെ നമ്മൾ 6:30 എണീറ്റ് ഓടാൻ പോകുന്നു. നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയ ഞങ്ങൾ 6:30 അലാറം അടിച്ചു. എന്നിട്ട് ആസ് യൂഷ്വൽ അവൾ കിടന്നുറങ്ങി. എന്നോട് ചോദിച്ചു, ഒരു അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞിട്ട് ഓടാൻ പോയിക്കോട്ടെ, പോകാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞ് 7 മണിയായി. അലാറം അടിച്ചു. പിന്നെയും ചോദിച്ചു. ഇല്ല, അവൾ എണീക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, നോ, ഞാനങ്ങനെ നിൽക്കില്ല. ഞാനൊരു മടിയനല്ല. ഞാൻ അവളെ കാണിച്ചു കൊടുക്കും. ഞാൻ ഓടി തിരിച്ചു വന്ന് ഞാൻ അവളെ മോട്ടിവേറ്റ് ചെയ്ത് നാളെ തൊട്ട്, ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും നമ്മൾ ഓടുന്നു. അതിനുവേണ്ടി ഞാൻ ഇറങ്ങി ഓടി. കുറച്ച് ഓടി തുടങ്ങിയപ്പോൾ ഒരു ഒച്ച എന്നെ ഓവർടേക്ക് ചെയ്തു. ഐ ഡിഡ്ന്റ് ലൈക്ക് ദാറ്റ്. ഞാൻ അവനെ ചേസ് ചെയ്ത് വീണ്ടും ഓടി. അങ്ങനെ കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഓക്കെ, ഒരു 300-400 മീറ്ററായി, ഇനി ഇതിൽ കൂടി പറ്റില്ല എന്ന്. കവല വരെ എത്തിയ സ്ഥിതിക്ക് കുറച്ച് ബട്ടറും ബ്രെഡും ഒക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നു, ഹെൽത്തി കുട്ടനാകാൻ വേണ്ടി. അങ്ങനെ ഹെൽത്തി കുട്ടനായി തിരിച്ചു വന്ന എന്നെ എൻ്റെ ഭാര്യ സ്നേഹപൂർവ്വം വീട്ടിലോട്ട് വിളിച്ചിരുത്തി. എന്നിട്ട് ചോദിച്ചു, എന്തൊക്കെ ചെയ്തു, എത്രയൊക്കെ ഓടിയെന്ന്. നല്ല രീതിയിൽ കിതയ്ക്കുന്ന ഞാൻ ഇവളുടെ മുമ്പിൽ ആറ്റിറ്റ്യൂഡ് വിടാൻ പറ്റില്ലല്ലോ. അപ്പം ആറ്റിറ്റ്യൂഡ് വിടാതെ പറഞ്ഞു, കുറച്ചൊക്കെ ഓടി, എന്താ നാളെ തൊട്ട് നമുക്ക് പോവുകയല്ലേ എന്ന്. അപ്പോൾ അവൾ, പിന്നെ നീ ഇന്ന് ഓടി തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഒരു വീഡിയോ ഓർമ്മ വന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ കാണിച്ചു തന്നു. അനന്തഭദ്രൻ സിനിമയിൽ ശിവമല്ലിക്കാവ് എന്നൊരു പാട്ടും പറഞ്ഞ് പൃഥ്വിരാജ് ഓടുന്നത്. മനസ്സിൽ മിൽഖാ സിംഗ് എന്ന് വിചാരിച്ച് ഞാൻ ഓടി തുടങ്ങിയതാണ്. ഈ പാട്ട് കണ്ടതോടുകൂടി ഇനി അങ്ങോട്ട് ഓടാനുള്ള മോട്ടിവേഷൻ പോയി. അപ്പം അതങ്ങ് നിർത്തി. ഇനി ഓട്ടമില്ല.